പക്ഷേ ഈ ദീപാദാസ് മുൻഷിക്കോ KC വേണുഗോപാലിനോ ഇവിടുത്തെ ഒരു വാർഡുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രയത്നിച്ചവരെക്കുറിച്ചോ പാർട്ടിയിൽ കഷ്ടപ്പെട്ടവരെക്കുറിച്ചോ അറിയാതെ പോകുന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനം. താങ്കൾക്കൊരു ടേം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ടേം ഉണ്ടോ, ഉണ്ടെങ്കിൽ സ്വീകരിക്കുമോ? ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മേയർ 5 വർഷക്കാലവും തുടർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിലേക്ക് 3-4 ആളുകളിലേക്ക് വെറുതെ ഇത് പങ്കുവെക്കലിൻ്റെ ഒരു ചരിത്രമല്ല വേണ്ടത്, മറിച്ച് തൃശ്ശൂരിനെ നയിക്കാൻ ശക്തമായിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ 2 വർഷം ഒരാളിരുന്നു, 1 കൊല്ലം ഒരാളിരുന്നു, പിന്നെ 6 മാസം ഒരാളിരുന്നു. അത്തരത്തിലേക്ക് വരുമ്പോൾ ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് താൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഇനി അഡ്വക്കേറ്റ് സുബി ബാബു വരട്ടെ എന്നുള്ളതാണ്. കാരണം അവരും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ്. മേയറാവാനില്ലാന്നാണോ? ഞാൻ ഇനി മേയറാകാനും ഇല്ല, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഒരു പദവിയിലേക്ക് ഞാൻ വരില്ല. ഇല്ല. കാരണം എൻ്റെ മുന്നിലുള്ളത്, ഞാൻ വീണ്ടും പറയുന്നു, ജനങ്ങളാണ്. ആ ജനങ്ങൾ കൈയഴിഞ്ഞിട്ടാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. കാരണം 1527 ഭൂരിപക്ഷത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് കേവലം ഒരു കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രമല്ല, അതിനകത്ത് ജനകീയമായിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ് ഈ ലാലൂർ ഡിവിഷനിൽ നടന്നിട്ടുള്ളത്. വന്ന വോട്ടിൻ്റെ 70% എനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കണം എന്നെ ജനങ്ങൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കേവലം ലാലൂർ ഡിവിഷൻ മാത്രമല്ല, എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഇന്നലെ മുതൽ വരുന്ന ജനപ്രവാഹങ്ങൾ അതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് വോട്ടെടുപ്പിലുണ്ടോ? ഇതിൽ തൃശ്ശൂരിലെ പ്രമുഖരായിട്ട് KC ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്ന 3-4 പേരുണ്ട്. ആ പേരുകളെ ഞാൻ തുറന്നു പറയാതെ തന്നെ ഇവിടെയുള്ളവർക്കറിയാം. ഒരിക്കലുമല്ല. നേതൃത്വം എന്ന് പറയുന്നത് 4 ആൾ മാത്രമല്ലല്ലോ. ഇവിടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ മുൻ നിയമസഭാ സ്പീക്കറുണ്ട്. നിങ്ങളൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ആരും ഇവിടെ നിർജീവരല്ലല്ലോ, എല്ലാവരും ജീവനോടെ ഉണ്ടല്ലോ. അവരൊക്കെ എനിക്ക് വേണ്ടി 100% പിന്തുണയും ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടീം വർക്കുണ്ടല്ലോ, ആ ടീം വർക്ക് അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം പോയി എന്നുള്ളതാണ്. വീണ്ടും എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതുണ്ടാക്കിയവരെയും അതിൻ്റെ ചരിത്രവും പഠിച്ച വ്യക്തിയാണ് ഞാൻ. BA പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി ഗ്രാജുവേറ്റാണ്. MSW ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള PG ആളുമാണ്. എൻ്റെ ചരിത്രം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അതിന് ചോരയും നീരും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന മഹാരഥന്മാരെ, അവരെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ കേവലം ഇതൊരു നേട്ടത്തിന് വേണ്ടി ആർക്കെങ്കിലും അടിയറവ് പറഞ്ഞ കുറച്ച് നേതാക്കളല്ല എൻ്റെ മനസ്സിൽ. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാനൊരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ്, ഒരു വിഡോ ആണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും, എൻ്റെ 2 മക്കളും വിവാഹിതരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി എന്നുള്ള ഒരു വികാരം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു രാജിയിലേക്ക് ഞാൻ പോകില്ല. മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ലാലൂർ എൻ്റെ അഭിമാനമാണ്. എൻ്റെ ലാലൂരിലെ സാധാരണക്കാരും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും ഉൾപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി ലാലൂർ ലാലി ചേച്ചി വേണം എന്നുള്ളതിൻ്റെ തെളിവിന് തന്ന ഈ വോട്ട് അവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ എൻ്റെ വാർഡിന് വേണ്ടി ഞാൻ പണിയെടുക്കും. ആ വാർഡിൽ കൊണ്ടുവരാൻ പറ്റിയ മുഴുവൻ വികസനങ്ങളും ഞാൻ കൊണ്ടുവരും. മേയർ തെരഞ്ഞെടുപ്പാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ 2 നിഗമനത്തിൽ, കാരണം ഒന്ന് മാനസികമായിട്ട് കുറച്ചൊരു തളർച്ച നമുക്ക് ഉണ്ടാകുമല്ലോ. അതിൽ നിന്ന് ഞാൻ ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഒരു ഓർഡറായി തുടങ്ങി. കാരണം വീണ്ടും ഞാൻ പറയുന്നത്, എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനം എന്നുള്ള ഒരു വിഷയം എൻ്റെ മുന്നിലുള്ളപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എൻ്റെ പാർട്ടിക്കൊരു ഡാമേജ് ഒരിക്കലും ഉണ്ടാവരുത്. എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ പാർട്ടി എൻ്റെ മുന്നിൽ ഉണ്ട്. ആരൊക്കെ ഒരുപാട് പേര് പല ഉപദേശങ്ങൾ തന്നാലും ഞാൻ കണ്ട എൻ്റെ പാർട്ടി, ഞാൻ സ്നേഹിച്ച പാർട്ടി. ഓക്കെ, കടുത്ത അതൃപ്തിയുണ്ട് ലാലി ജെയിംസിന്. അവരത് തുറന്നു പറയുന്നു. അതായത് പാർട്ടിയെ കൈവിടില്ല,
പാർട്ടിക്കൊപ്പം നിൽക്കും. അതേസമയം കടുത്ത ചതി തനിക്കുണ്ടായി. ഏതാണ്ട് 4 തവണ ജയിച്ചു കയറിയ തന്നെ തഴഞ്ഞു. ഒരു പദവിയല്ല വിഷയം, പാർട്ടിക്ക് വേണ്ടി താൻ പോരാടിയത് കണ്ടില്ല. ചില താല്പര്യക്കാരുടെ താല്പര്യത്തിന് പാർട്ടി വഴങ്ങി. KC വേണുഗോപാൽ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് താരതമ്യേന പുതുമുഖമായ നിജി ജസ്റ്റിനെ മേയറാക്കിയത് കടുത്ത അനീതിയാണെന്ന് ലാലി ജെയിംസ് മീഡിയ വണ്ണോട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് താനൊരു വിഡോ ആണ്, താൻ തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ്. അങ്ങനെയുള്ള തന്നെ തഴഞ്ഞത് ഒരു ചെറിയ ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയായത് പോയത് വളരെ വളരെ ദൗർഭാഗ്യകരമായി